കർത്താവിന്റെ കൃപ നിറയാൻ വേണ്ടി ഇരു കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി ഒന്ന് സ്തുതിച്ചു പ്രാർത്ഥിക്കാവോ? ഹല്ലേലൂയ, ഈശോയെ നന്ദി. സ്തുതിക്കട്ടെ, ഇരു കരങ്ങളും ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട മക്കളെ, മരിയൻ കൺവെൻഷന്റെ 7ാം ദിനമായ ഇന്ന് പരിശുദ്ധ അമ്മ തന്റെ വചനവും തന്റെ സ്നേഹവും നമുക്ക് വേണ്ടി പങ്കുവെക്കാൻ കൊണ്ടുവന്നിരിക്കുന്നത് അമ്മയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട മകനെയാണ്. അച്ഛന്റെ പാട്ടുകളും അതുപോലെ അച്ഛന്റെ ധ്യാന വിചിന്തനങ്ങളും കേട്ട് ഒരുപാട് ഈശോയിലേക്ക് ഹൃദയം ഉയർത്തിയവരാണ് നാം ഓരോരുത്തരും. ഇന്ന് നമുക്ക് വേണ്ടി വചനം പറയാനായിട്ട് ഈശോ നമുക്ക് തന്നിരിക്കുന്നത് നമ്മുടെ സ്നേഹം നിറഞ്ഞ ഫാദർ ബിനോജ് മുളവരക്കിലാണ്. അച്ഛനെ ഏറ്റവും സ്നേഹത്തോടു കൂടി ഡിവിന മിസറിക്കോർഡിയ ഇന്റർനാഷണൽ മിനിസ്ട്രിയുടെ എല്ലാ ആത്മീയ നേതൃത്വങ്ങളുടെയും സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അടുത്തു വരുന്ന ഈ ഒരു മണിക്കൂർ സമയം ദൈവ തിരുമുമ്പിൽ ഏറ്റവും അഭിഷേകത്തിന്റെ നിമിഷമാക്കി മാറ്റുവാൻ, പരിശുദ്ധ അമ്മയുടെ ഹൃദയത്തോട് ചേർന്നിരുന്ന് ഈ വചനങ്ങൾ കേൾക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും പരിശ്രമിക്കാം, പ്രാർത്ഥിക്കാം. സ്നേഹപൂർവ്വം അച്ഛനെ ഡിവിന മിസറിക്കോർഡിയ ഇന്റർനാഷണൽ മിനിസ്ട്രിയിലേക്ക് ഏറെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു. അച്ഛാ, ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. നമുക്കെല്ലാവർക്കും ഏറ്റവും സ്നേഹത്തോടെ നമുക്ക് ഈ ദിവസം ഏറ്റവും അനുഗ്രഹമാകാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. കേൾക്കത്തില്ലല്ലോ. ഈശോയുടെ സന്നിധിയിലേക്ക് നമ്മുടെ ഹൃദയം നമുക്ക് തുറക്കാം. പരിശുദ്ധ അമ്മ തൻ്റെ ഹൃദയം ഈശോയുടെ മുൻപിലേക്ക് തുറന്നു വെച്ചതുപോലെ, ഈശോയെ സ്നേഹിക്കാൻ ഒരുങ്ങി നിന്നതുപോലെ, ഈശോയ്ക്കായി താരാട്ട് പാടിയതുപോലെ നമ്മുടെ ഹൃദയങ്ങളെ നമുക്കൊരുക്കാം. പരിശുദ്ധ അമ്മേ, ഈശോ അമ്മ തന്നെ ഞങ്ങളുടെ ഹൃദയങ്ങളെ ഈശോയെ ആരാധിക്കാനായി ഒരുക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അൻപുള്ളൊരമ്മയേ,
നിൻ മണവാളനാ റൂഹയാൽ ഞങ്ങൾ നിറഞ്ഞിടാൻ ശ്ലീഹരെ പോൽ ഒരുക്കണമേ. റൂഹയാൽ ഞങ്ങൾ നിറഞ്ഞിടാൻ ശ്ലീഹരെ പോൽ ഒരുക്കണമേ. മാടപ്പിറാവിനെ പോ ആത്മാവിൻ ചില്ലകളിൽ ചേക്കേറി വീശണമേ. പാവന റൂഹായേ പാരിൻ്റെ റൂഹായേ ആത്മാവിൻ മധുരമാം വിരുന്നുകാരാ. പാവന റൂഹായേ പാരിൻ്റെ റൂഹായേ ആത്മാവിൻ മധുരമാം വിരുന്നുകാരാ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. മിശിഹായിൽ ഏറ്റവും പ്രിയമുള്ളവരെ, ഒരുപാട് സന്തോഷം, ഒരുപാട് സ്നേഹം. പ്രത്യേകിച്ച് പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാളിന് ഒരുക്കമായി ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ ലോകം മുഴുവനും പ്രാർത്ഥിച്ച് ഒരുങ്ങുന്ന, ധ്യാനിച്ചൊരുങ്ങുന്ന, അമ്മയുടെ സ്തുതി കീർത്തനങ്ങളോട് ചേർന്ന് പാടുന്ന, അമ്മയുടെ ജനനത്തിന് വേണ്ടി പ്രത്യേകമായിട്ട് ഒരുങ്ങുന്ന ആ വലിയ ഭാഗ്യത്തെ ഒരുപാട് സ്നേഹത്തോടെ ഓർക്കുന്ന, അതിൻ്റെ മുഴുവൻ അനുഗ്രഹങ്ങളും സ്വന്തമാക്കാനായിട്ട് ആഗ്രഹിക്കുന്ന, പരിശ്രമിക്കുന്ന ഈ സമയത്ത് നമുക്കിങ്ങനെ ഒരുമിച്ച് കൂടാനും പ്രാർത്ഥിക്കാനൊക്കെ ദൈവം തരുന്ന അവസരത്തെ നമുക്ക് നന്ദിയോടെ ഓർക്കാം. പരിശുദ്ധ അമ്മയെ പറ്റിയുള്ള നമ്മുടെ എല്ലാ ധ്യാനവും, പരിശുദ്ധ അമ്മയെ പറ്റിയുള്ള നമ്മുടെ എല്ലാ കീർത്തനങ്ങളും ഈശോയിലേക്കാണ് നമ്മളെ അടുപ്പിക്കുന്നത്. എവിടെയൊക്കെ അമ്മയെ പറ്റി ആരൊക്കെ എന്തൊക്കെ പറയുന്നുണ്ടോ അതെല്ലാം ഈശോയെ പറ്റിയുള്ളത് കൂടിയാണ്. അത് ഈശോയിലേക്കുള്ള വഴിയാണ്. ആരെല്ലാം ഈശോയെ പറ്റി പറയുന്നുണ്ടോ അവർ ഈശോയിലൂടെ അമ്മയിലേക്ക് വരുന്നു. ആരൊക്കെ അമ്മയിലേക്ക് ചെല്ലുന്നു അവർ അമ്മയിലൂടെ ഈശോയിലേക്ക് പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പരിശുദ്ധ അമ്മയെ പറ്റി നമ്മൾ എത്രമാത്രം ധ്യാനിക്കുന്നുവോ, അമ്മയെ നമ്മൾ എത്രമാത്രം ഓർക്കുന്നുവോ, എത്രമാത്രം അമ്മയുടെ സ്നേഹം അനുഭവിക്കുന്നുവോ അത്രയും നമ്മൾ ഈശോയുടെ സ്നേഹത്തിലേക്ക് തന്നെയാണ് നടന്ന് അടുക്കുന്നത്. പരിശുദ്ധ അമ്മയെക്കുറിച്ച് ഇന്ന് എൻ്റെ ഹൃദയത്തിൽ പറയാൻ തോന്നുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചിന്ത, അത് പുതിയ ചിന്തകളൊന്നുമല്ല, ഒരുപാട് കാലങ്ങളായി പലപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ളതും നമുക്കറിയാവുന്നതുമായ കാര്യങ്ങൾ ഒന്നുകൂടി ഓർത്തെടുക്കാനുള്ള പരിശ്രമം മാത്രമാണ്. ദൈവത്തിൻ്റെ, ത്രിത്വൈക ദൈവത്തിൻ്റെ സ്നേഹ കൂടാരമാണ് പരിശുദ്ധ മറിയം. ത്രിത്വൈക ദൈവത്തിൻ്റെ സ്നേഹ കൂടാരമാണ് പരിശുദ്ധ മറിയം. അതുകൊണ്ട് പരിശുദ്ധ അമ്മ എവിടെയുണ്ടോ അവിടെ ത്രിത്വൈക ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട്. അതാണ് നമ്മൾ ജപമാലയിൽ എന്നും പ്രാർത്ഥിക്കുന്നുണ്ട്. പിതാവായ ദൈവത്തിൻ്റെ മകളായ, പുത്രനായ ദൈവത്തിൻ്റെ അമ്മയായ, പരിശുദ്ധാത്മാവിൻ്റെ മണവാട്ടിയായ, പിതാവായ ദൈവത്തിൻ്റെ ഏറ്റവും നല്ല പുത്രിയായ, പുത്രനായ ഈശോയുടെ അമ്മയായ, പരിശുദ്ധാത്മാവിൻ്റെ മണവാട്ടിയായ പരിശുദ്ധയമ്മ ഭൂമിയിലെ സ്വർഗത്തിൻ്റെ ത്രിത്വൈക ദൈവത്തിൻ്റെ സ്നേഹ കൂടാരമാണ്. ഈ കൂടാരം ആരോടൊപ്പം നിൽക്കുന്നുവോ, ഏത് വീട്ടിൽ നിൽക്കുന്നുവോ, ഏത് വ്യക്തിയോട് ചേർന്ന് നിൽക്കുന്നുവോ അവരിലൊക്കെ ത്രിയേക ദൈവത്തിൻ്റെ, ത്രിത്വൈക ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ട് എന്നുള്ളത് നമ്മൾ അറിയുകയാണ്, അനുഭവിക്കുകയാണ്. നമുക്കറിയാം, പിതാവായ ദൈവത്തിൻ്റെ മകൾ എന്ന നിലയിൽ
ഏറ്റവും അനുസരണയുള്ള പുത്രി എന്ന നിലയിൽ, സൃഷ്ടികളിൽ തന്നെ ഏറ്റവും മഹോന്നത എന്ന നിലയിൽ, അപ്പസ്തോലന്മാർക്ക് മുൻപ്, ശിഷ്യന്മാർക്ക് മുൻപ്, ഭൂമിയിൽ ജനിച്ച മറ്റാരേക്കാളും മുൻപ് ദൈവത്തെ ഏറ്റവും അടുത്ത് അറിയാൻ ഭാഗ്യം കിട്ടിയ നമ്മുടെ പരിശുദ്ധ അമ്മ, മറ്റാരേക്കാളും അധികമായി ഏറ്റവും ദൈവത്തോട് അടുത്തിരിക്കാൻ, ദൈവത്തെ വഹിക്കാൻ, ദൈവത്തെ കേൾക്കാൻ, ദൈവത്തെ സ്നേഹിക്കാൻ, ദൈവത്തിന് കയറ് കൊടുക്കാൻ, ദൈവത്തെ പഠിപ്പിക്കാൻ ഭാഗ്യം കിട്ടിയ ഒരു പുണ്യാശ്രമമായി, പറുദീസയായി അമ്മ മാറിയത് നമുക്കറിയാം. ആ ഒരു വലിയ ഭാഗ്യം പരിശുദ്ധ അമ്മയ്ക്ക് കിട്ടിയതാണ്. തലമുറകൾ തോറും പാടും ഭാഗ്യവതി അമ്മ, ജപമണിമാലകളിൽ ഉയരും നന്മ നിറഞ്ഞവളമ്മ. തലമുറകൾ തോറും പാടും ഭാഗ്യവതി അമ്മ, ജപമണിമാലകളിൽ ഉയരും നന്മ നിറഞ്ഞവളമ്മ. പറുദീസയായി അമ്മ ദൈവത്തിനു പാർക്കാൻ, പുണ്യാശ്രമമായി അമ്മ ഈശോയ്ക്കു വളരാൻ. അമ്മേ, എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ, അമ്മേ എൻ്റെ അമ്മേ, എനിക്കീശോ തന്നൊരമ്മേ. ആവേ മരിയ കന്യാമാതാവേ, ആവേ മരിയ കന്യാമാതാവേ, അമ്മേ എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ, അമ്മേ എൻ്റെ അമ്മേ, എൻ്റെ സ്വന്തം അമ്മ നീയേ. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മകളായി അപ്പസ്തോലന്മാർക്ക് മുൻപേ ദൈവത്തെ ഏറ്റവും അടുത്ത് അറിയുകയും വിശ്വാസം സ്വീകരിക്കുകയും വിശ്വാസത്തിൽ വളരുകയും വിശ്വാസം പ്രഘോഷിക്കുകയും ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കുകയും ആ കൽപ്പനകൾ ജീവിക്കുകയും ചെയ്ത പരിശുദ്ധ അമ്മയെ നമ്മുടെ അമ്മയായി നമുക്ക് ലഭിച്ചത് എത്രയോ ഭാഗ്യപ്പെട്ട ഒരു കാര്യമാണ്. രണ്ടാമതായി, പുത്രനായ ദൈവത്തിൻ്റെ അമ്മയായ മറിയം. സാധാരണ പറയാറില്ലേ, ഒരു അമ്മയുടെ പുഞ്ചിരിയിലൂടെയാണ് ഒരു കുഞ്ഞ് ലോകത്തെ അറിയാൻ തുടങ്ങുന്നത്. ഒരു കുഞ്ഞ് ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത് അമ്മയുടെ കൂടെയാണ്. ഒരു കുഞ്ഞിന് ഏറ്റവും കൂടുതൽ കെയർ കിട്ടുന്നത്, ആ കുഞ്ഞിൻ്റെ വളർച്ചയുടെ ഘട്ടത്തിൽ ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്നത് അമ്മയാണ്. ഒരു കുഞ്ഞിനെ ഏറ്റവും നന്നായി പഠിപ്പിക്കുന്നത്, ഒരു കുഞ്ഞ് പഠിക്കുന്ന ആദ്യത്തെ ഒരു യൂണിവേഴ്സിറ്റി, ഏറ്റവും പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റി അമ്മയാണ്. ദൈവം സ്നേഹയോഗ്യമായ പറുദീസയായും സ്നേഹയോഗ്യമായ പുണ്യാശ്രമമായ എപ്പോഴും സൂക്ഷിക്കേണ്ടതാണ്. ഈശോയെ വളർത്താൻ, ഈശോയെ ലാളിക്കാൻ, ഈശോയ്ക്കായി താരാട്ട് പാടാൻ ദൈവം ഒരുക്കിയ പരിശുദ്ധ അമ്മയുടെ ജീവിതം, പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം, പരിശുദ്ധ അമ്മയുടെ സ്നേഹം നമുക്കും ലഭിക്കും എന്നുള്ളത് എത്ര ഭാഗ്യപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് ഈ അമ്മയുടെ ശിക്ഷണം, ഈ അമ്മയുടെ സ്നേഹം, ഈ അമ്മയുടെ തലോടൽ, ഈ അമ്മയുടെ കരുതൽ നമ്മളും ജീവിതത്തിൽ ഏറെ അനുഭവിക്കേണ്ടതാണ്. ഈ അമ്മയോടൊപ്പം നടക്കാത്തതാണ്, ഈ അമ്മയുടെ സ്നേഹം നമുക്ക് അനുഭവിക്കാൻ പറ്റാത്തതാണ് ജീവിതത്തിലെ ഒരുപാട് ബുദ്ധിമുട്ടുകൾക്ക് കാരണം. നമ്മൾ തന്നെ, നമുക്ക് ഇങ്ങനൊരു അമ്മയുള്ളപ്പോൾ ഓടിച്ചെല്ലാവുന്ന ഒരു വീട് പോലെ, തുറന്നിട്ടിരിക്കുന്ന ഒരു വാതില് പോലെ ഒരമ്മ, എല്ലാം എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന, എന്തും പറയാൻ പറ്റുന്ന ഒരു അമ്മയുണ്ടായിട്ടും എന്താണ് നമ്മളൊന്നും പറയാത്തത്?
ഈ അമ്മയുടെ അടുത്ത് പോയി നമ്മൾ എന്താണ് ചാരി ഇരിക്കാത്തത്? ഈ അമ്മയുടെ കയ്യിൽ എന്താണ് നമ്മൾ പിടിക്കാത്തത്? പല നമ്മുടെ ഭാരങ്ങൾ അമ്മയെ എന്തുകൊണ്ടാണ് ഏൽപ്പിക്കാത്തത്? സംശയമുള്ള കാര്യങ്ങൾ ഈ അമ്മയോട് എന്താണ് ചോദിക്കാത്തത്? ഒരുപാട് ഒറ്റപ്പെട്ടു പോകുമ്പോൾ ഈ അമ്മയുടെ സ്നേഹത്തിനും സാന്നിധ്യത്തിനും വേണ്ടി ആഗ്രഹിക്കാത്തത് എന്തുകൊണ്ടാണ്? പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതം, എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്, പല വ്യക്തികളും അവരുടെ ജീവിതം കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആക്കുന്നതിൻ്റെ കാരണം അവർ തനിച്ച് വഹിക്കുന്നു, തനിച്ച് സഹിക്കുന്നു, തനിച്ച് ഭാരപ്പെടുന്നു. അവർക്ക് അർഹതപ്പെട്ട സഹായം, അവർക്ക് അർഹതപ്പെട്ട സ്നേഹം, അവർക്ക് അർഹതപ്പെട്ട വ്യത്യസ്തമായ സാഹചര്യങ്ങൾ അവർ ഉപയോഗപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ്. ഒരു മകൻ, ഒരു മകൾ ഒരു വീട്ടിലുള്ളപ്പോൾ ആ വീടിന്റെ സാഹചര്യങ്ങൾ ആ കുഞ്ഞ് ഉപയോഗപ്പെടുത്തുന്നില്ലെങ്കിൽ, ആ കുഞ്ഞിന് പഠിക്കാനുള്ള സാഹചര്യങ്ങൾ ഉപയോഗപ്പെടുത്തുന്നില്ലെങ്കിൽ, എന്ത് കാര്യങ്ങളും തുറന്നു പറയാൻ വിധം വിരിച്ചു പിടിച്ച കരവും തുറന്ന ഹൃദയമുള്ള അപ്പനും അമ്മയും ഉണ്ടായിരുന്നിട്ടും അവരെ, അപ്പനും അമ്മയെ സ്വീകരിച്ച് ആ സ്വാതന്ത്ര്യം അനുഭവിക്കാത്ത ഒരു കുഞ്ഞ് ഒരുപാട് സ്ട്രഗിൾ ചെയ്യും. ഇന്ന് പല കുടുംബങ്ങളിലും അപ്പനും അമ്മയും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും എന്തുകൊണ്ടാണ് ഒരുപാട് തരത്തിൽ ഒരു ഏകാന്തതയും ഒരു വലിയ ഭാരവും എല്ലാവരും ഉണ്ടെങ്കിലും ആരുമില്ലാത്ത തോന്നലൊക്കെ പലർക്കും ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? ഹൃദയത്തിൽ അവരെ സ്വീകരിക്കാത്തത് കൊണ്ടാണ്. ഹൃദയം കൊണ്ട് ലഭിച്ച സാഹചര്യങ്ങൾ ഉപയോഗിക്കാത്തത് കൊണ്ടാണ്. ഒരു വ്യക്തിയുടെ ആത്മീയ ജീവിതത്തിൽ ആ വ്യക്തിക്ക് ലഭിച്ചിരിക്കുന്ന എല്ലാ സാഹചര്യങ്ങളിലും സ്നേഹത്തിൻ്റെ, പഠനത്തിൻ്റെ, പ്രോത്സാഹനത്തിൻ്റെ, ബലപ്പെടുത്തുന്ന, താങ്ങി നിർത്തുന്ന, വഴി നടത്തുന്ന സാഹചര്യങ്ങൾ ഉപയോഗപ്പെടുത്താൻ ആഗ്രഹിക്കുന്നെങ്കിൽ അതിൽ ഏറ്റവും അധികം നമ്മൾ കൂട്ടുപിടിക്കേണ്ടത് അമ്മയെയാണ്. കാരണം ദൈവം ഈ ഭൂമിയിൽ മനുഷ്യനായി പിടിച്ച് നടക്കാൻ തെരഞ്ഞെടുത്ത ഊന്നുവടിയാണ് മറിയം. പരിശുദ്ധ അമ്മയുടെ കൈ പിടിച്ച് മനുഷ്യനായി നടന്ന് പഠിക്കാൻ ദൈവം തിരുമനസ്സായെങ്കിൽ, ഒരു മനുഷ്യനെ പോലെ സ്നേഹിക്കാൻ, ഒരു മനുഷ്യനെ പോലെ സ്നേഹം എക്സ്പ്രസ് ചെയ്യാൻ ദൈവം പഠിച്ചത് അമ്മയുടെ ശിക്ഷണത്തിലാണ്. ഒരു മനുഷ്യനെ പോലെ മറ്റുള്ളവരോട് സംസാരിക്കാൻ ദൈവം പഠിച്ചത് മറിയത്തിൽ നിന്നാണ്. ഇതുപോലെ ഒരു ടീച്ചർ, ഇതുപോലെ ഒരു അമ്മ, ഇതുപോലെ ഒരു സ്നേഹിത, ഇതുപോലെ ഒരു കൂട്ടുകാരി, ഇതുപോലെ സ്നേഹിക്കുന്ന ഒരാള് നമ്മുടെ ജീവിതത്തിൽ അമ്മയായി, സ്നേഹിതയായി, താങ്ങായി, തണലായി ഉള്ളപ്പോൾ എന്തുകൊണ്ടാണ് ഈ അമ്മയോട് പലരും കൂട്ടുകൂടാത്തത്? എന്തുകൊണ്ടാണ് ഈ അമ്മയിൽ നിന്നും പലരും പഠിക്കാത്തത്? പ്രിയമുള്ളവരെ, പരിശുദ്ധ അമ്മയുമായുള്ള ബന്ധം, അമ്മയോട് കൂട്ടുകൂടുന്നതിലൂടെ, അമ്മയിൽ നിന്ന് പഠിക്കുന്നതിലൂടെ ഒക്കെ നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ, നമുക്ക് ലഭിക്കുന്ന വലിയ ബലം എത്ര കണ്ട് വലുതാണെന്ന് നമ്മൾ തിരിച്ചറിയണം. മൂന്നാമതായി, പരിശുദ്ധാത്മാവിൻ്റെ മണവാട്ടിയാണ് പരിശുദ്ധ അമ്മ. പരിശുദ്ധാത്മാവിൻ്റെ മണവാട്ടിയാണ് പരിശുദ്ധ അമ്മ. അതുകൊണ്ടാണ് ഗബ്രിയേൽ ദൂതൻ മറിയത്തോട് പറഞ്ഞു, മറിയമേ, നീ പേടിക്കണ്ട, നീ ജോസഫിനെ ഭർത്താവായിട്ട് സ്വീകരിക്കുക, പക്ഷെ നീ ഗർഭം ധരിക്കുന്നത് പരിശുദ്ധാത്മാവിലൂടെയായിരിക്കും. നിന്റെ മണവാളനായി ശരിക്കും കുഞ്ഞിന് ജന്മം കൊടുക്കുന്നത് പരിശുദ്ധാത്മാവായിരിക്കും. ഈശോ മിശിഹായെ നീ ഗർഭം ധരിക്കുന്നത് പരിശുദ്ധാത്മാവിലൂടെ ആയിരിക്കും. നിന്റെ മണവാളനായി പരിശുദ്ധാത്മാവിത നിന്നിലേക്ക് കടന്നു വരികയാണ്. പരിശുദ്ധാത്മാവിൻ്റെ ആദ്യത്തെ പെന്തക്കുസ്ത നടന്നത് പരിശുദ്ധ അമ്മയിലാണ്. ഈ ലോകത്തിലേക്ക് ദൈവം ഇറങ്ങി വന്നത് അമ്മയിലൂടെയാണ്. പെന്തക്കുസ്ത ദിനം പ്രിയപ്പെട്ട ശിഷ്യ സമൂഹത്തിലേക്ക്, സഭയിലേക്ക്, ലോകം മുഴുവനിലേക്കും പരിശുദ്ധാത്മാവ് കടന്നു വന്നപ്പോഴും അമ്മയുടെ സാന്നിധ്യത്തിലും അമ്മയുടെ പ്രാർത്ഥനയിലുമായിരുന്നു. അതുകൊണ്ട് പരിശുദ്ധ അമ്മയുമായി കൂട്ടുകൂടുന്നവർ, ഈ സ്നേഹ കൂടാരം സ്വന്തമാക്കുന്നവർക്ക് ത്രിത്വൈക ദൈവത്തെയാണ് സ്വന്തമായി ലഭിക്കുന്നത്. വിശുദ്ധ ലൂയി മോൺഫോർട്ട് പറയുന്നത് വളരെ മനോഹരമായ ഒരു കാര്യമാണ്. വിശുദ്ധ ലൂയി മോൺഫോർട്ട് പറയുകയാണ്, ഒരു വ്യക്തിയുടെ ആത്മാവിൽ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞാൽ, ഒരു മണവാട്ടിയെ കണ്ട മണവാളന്റെ അത്യാവേശത്തോടെ പരിശുദ്ധാത്മാവ് ചിറകടിച്ച്
ആ ആത്മാവിലേക്ക് കടന്നു വരും. എന്തൊരു മനോഹരമായ കാര്യം നോക്കിക്കേ. പരിശുദ്ധ അമ്മയോട് നമ്മൾ ചേർന്ന് നിൽക്കുമ്പോൾ, അമ്മയുടെ കൈ നമ്മൾ പിടിക്കുമ്പോൾ, അമ്മയോട് ചേർന്ന് നടക്കുമ്പോൾ, അമ്മയോട് ചേർന്ന് ചിന്തിക്കുമ്പോൾ, ആ വ്യക്തിയിലേക്ക് തൻ്റെ മണവാട്ടിയെ കണ്ട മണവാളനെ പോലെ പരിശുദ്ധാത്മാവ് ചിറകടിച്ച് കടന്നു വരും. ഈ ഭാഗ്യം നമ്മൾ അനുഭവിക്കണം. ജപമാല കയ്യിലെടുക്കുമ്പോൾ, ജപമാല ചെല്ലുമ്പോൾ, നന്മ നിറഞ്ഞ മറിയമേ എന്ന് ചൊല്ലുമ്പോൾ, അമ്മേ എൻ്റെ അമ്മേ എൻ്റെ ആശ്രയമേ എന്ന് പറയുമ്പോഴൊക്കെ, മാതാവിൻ്റെ പാട്ട് പാടുമ്പോഴൊക്കെ സ്നേഹത്തോടെ അമ്മയുടെ സാന്നിധ്യത്തിന് വേണ്ടി ഒരു വ്യക്തി ആഗ്രഹിച്ച് പാടുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ, ആ വ്യക്തിയിൽ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യവും സാമീപ്യവും കണ്ട് മണവാട്ടിയെ കണ്ടാൽ എന്ന പോലെ, മണവാളനെ പോലെ പരിശുദ്ധാത്മാവ് ചിറകടിച്ച് പറന്ന് വരും. വിശുദ്ധ ലൂയി മോൺഫോർട്ട് പറയുകയാണ്, ചില വ്യക്തികളിലെങ്കിലും പരിശുദ്ധാത്മാവിന് ശക്തമായ പ്രവർത്തനം നടത്താൻ പറ്റാത്തതിൻ്റെ കാരണം തൻ്റെ മണവാട്ടിയായ അമ്മയുമായി അവർക്ക് ബന്ധമില്ലാതെ അകന്നു നിൽക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ മണവാട്ടിയായ പരിശുദ്ധ അമ്മയെ കൂട്ടുപിടിക്കുന്ന, അമ്മയുടെ കയ്യിൽ പിടിക്കുന്ന, അമ്മയുടെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന, അമ്മയുടെ സ്നേഹത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന വ്യക്തികളിലേക്ക് പരിശുദ്ധാത്മാവ് മണവാട്ടിയെ കണ്ടാലെന്ന പോലെ അത്യാവേശത്തോടെ കടന്നു വരും. പരിശുദ്ധ അമ്മയുടെ ആ സാന്നിധ്യത്തിൽ പരിശുദ്ധാത്മാവ് ശക്തമായ പ്രവർത്തനങ്ങളിലേക്ക് നമ്മളെ കൈ പിടിച്ച് നടത്തും എന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ട് പരിശുദ്ധ അമ്മയോട് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മേ, അമ്മയുടെ ശക്തമായ മാധ്യസ്ഥത്താൽ പരിശുദ്ധാത്മാവിനെ ശിഷ്യന്മാർക്ക് ലഭിക്കാനായി അമ്മ ഒരുക്കിയതുപോലെ ഞങ്ങളെയും ഒരുക്കണമേ എന്ന് നമുക്ക് ഹൃദയം തുറന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. അൻപുള്ളൊരമ്മയേ, നിൻ മണവാളനാ റൂഹയാൽ ഞങ്ങൾ നിറഞ്ഞിടാൻ സ്ലീഹരെ പോൽ ഒരുക്കണമേ. അൻപുള്ളൊരമ്മയേ, നിൻ മണവാളനാ റൂഹയാൽ ഞങ്ങൾ നിറഞ്ഞിടാൻ സ്ലീഹരെ പോൽ ഒരുക്കണമേ. മാടപ്പിറാവിനെ പോ ആത്മാവിൻ ചില്ലകളിൽ ചേക്കേറി വീശണമേ. മാടപ്പിറാവിനെ പോൽ ആത്മാവിൻ ചേക്കേറി വീശണമേ. പാവന റൂഹ ആത്മാവിൻ മധുരമാം വിരുന്നുകാരാ, പാവന റൂഹായേ, പാരിൻ്റെ റൂഹായേ, ആത്മാവിൻ മധുരമാം വിരുന്നുകാരാ. ഹൃദയം തുറന്ന് നിങ്ങളായിരിക്കുന്ന സ്ഥലത്തായിരുന്നുകൊണ്ട് ഈ സമയം ശക്തമായിട്ട് സ്തുതിച്ച് ആരാധിക്കണം. ഈ സമയം പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്തിൽ, അമ്മയുടെ പ്രത്യേക മാധ്യസ്ഥത്തിൽ പരിശുദ്ധാത്മാവ്
ഓരോ വ്യക്തിയിലും നിറയപ്പെടാൻ ആഗ്രഹിച്ചുകൊണ്ട് ശക്തമായി നമുക്കൊന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ. ശക്തിയോടെ സ്തുതിക്കാം. ഹൃദയം തുറന്ന് നന്ദി, ആരാധന, മഹത്വം കർത്താവേ, സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു. ഹല്ലേലൂയ. ഈശോയെ ആരാധിക്കുന്നു കർത്താവേ, സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ അമ്മയോട് ചേർന്ന് ആരാധന, പരിശുദ്ധ ആരാധന, അമ്മയോട് ആരാധന. ചേർന്ന് ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ആരാധന, മഹത്വം, മഹത്വം, മഹത്വം കർത്താവേ, സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞങ്ങൾക്ക് വേണ്ടി ഈശോയെ പ്രാർത്ഥിക്കണമേ. ആരാധിക്കുന്നു പരിശുദ്ധ കർത്താവേ, അമ്മേ സ്തുതിക്കുന്നു മാതാവേ, കർത്താവേ, ഞങ്ങൾക്ക് വേണ്ടി പരിശുദ്ധാത്മാവിന്റെ ഉന്നതമായ പ്രാർത്ഥിക്കണമേ. അമ്മയോട് ചേർന്ന് ഞങ്ങൾ ആരാധിക്കുന്നു, അമ്മയോട് ചേർന്ന് ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു, ഈശോയെ നന്ദി, അമ്മയോട് ഈശോയെ ചേർന്ന് സ്തുതി. ഹല്ലേലൂയ, ഈശോയെ ഹല്ലേലൂയ, ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈശോയെ നന്ദി, യേശുവേ ആരാധന, മഹത്വം, ആരാധന. മഹത്വം, മഹത്വം, ദൈവമേ മഹത്വം. കർത്താവേ നന്ദി, കർത്താവേ, കർത്താവേ സ്തുതി. ഉന്നതമായ യേശുവേ കൃപാവരങ്ങൾ ആരാധന, ജ്വലിപ്പിക്കണമേ. ആരാധന. ഈശോയെ യേശുവേ സ്നേഹിക്കാൻ നന്ദി, ഞങ്ങളെ ദൈവമേ പഠിപ്പിക്കണേ നന്ദി. പരിശുദ്ധ അമ്മേ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈശോയെ, ഈശോയെ ആരാധിക്കുന്നു. ആവേ മരിയ കന്യാമാതാവേ, ആവേ മരിയ കന്യാമാതാവേ, അമ്മേ എൻ്റെ അമ്മേ, എൻ്റെ യേശുയുടെ അമ്മേ, അമ്മേ എൻ്റെ അമ്മേ, എനിക്കീശു തന്നൊരമ്മേ. ആവേ മരിയ കന്യാമാതാവേ, ആവേ മരിയ കന്യാമാതാവേ, അമ്മേ എൻ്റെ അമ്മേ, എൻ്റെ യേശുയുടെ അമ്മേ, അമ്മേ എൻ്റെ അമ്മേ, എനിക്കീശു തന്നൊരമ്മേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, പരിശുദ്ധ അമ്മയുമായുള്ള ബന്ധത്തിലൂടെ, പരിശുദ്ധ അമ്മയുമായുള്ള കൂട്ടിലൂടെ നമുക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങളെ പറ്റിയാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. പരിശുദ്ധ അമ്മയോടുള്ള പ്രാർത്ഥനയിലൂടെ നമുക്ക് കിട്ടുന്ന ഏതെങ്കിലും കുറച്ച് ഭൗതിക നേട്ടങ്ങളെ പറ്റി മാത്രം ചിന്തിച്ച് സന്തോഷിക്കേണ്ടവരല്ല നമ്മൾ. പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്തിലൂടെ, മാധ്യസ്ഥത്തിലൂടെ, പരിശുദ്ധ അമ്മയുമായുള്ള കൂട്ടിലൂടെ നമുക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങൾ ഒരുപാട് ഒരുപാട് വലുതാണ്, സ്വർഗം തന്നെയാണ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവത്തിന്റെ പൂർണ്ണമായ സാന്നിധ്യവും സഹവാസവുമാണ് നമുക്ക് ലഭിക്കുന്നത് എന്നുള്ളത് നമ്മൾ ഒരിക്കലും മറക്കരുത്. അതുകൊണ്ട് പരിശുദ്ധ അമ്മയെ അമ്മയുടെ കയ്യിൽ പിടിച്ച്, അമ്മയുടെ മുഖത്ത് നോക്കി, അമ്മയുടെ ഹൃദയത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ദൈവത്തെ ആരാധിക്കാൻ നമ്മൾ എപ്പോഴും പരിശ്രമിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ ആ രീതിയിൽ ഫോം ചെയ്തെടുക്കണം. നമ്മുടെ യുവതിയുവാക്കളെയും കുഞ്ഞുങ്ങളെയും ഒക്കെ അങ്ങനെയാണ് നമ്മൾ. അതുകൊണ്ട് സത്യത്തിൽ ഒരു പരിശുദ്ധ അമ്മയുടെ സ്നേഹം എക്സ്പ്രസ് ചെയ്യാൻ, അല്ലെങ്കിൽ ദൈവത്തിന് തൻ്റെ സ്നേഹം എക്സ്പ്രസ് ചെയ്യാൻ മാനുഷിക സ്നേഹം ഒക്കെ ആവശ്യമാണ്. അത് കമ്പയർ ചെയ്യാനായിട്ട് എന്തെങ്കിലും ഒരു സ്നേഹത്തിന്റെ ഒരു അനുഭവം കാണിക്കണം. നമ്മൾ ചിന്തിക്കാറുണ്ട്, നമ്മുടെയൊക്കെ അമ്മമാരെ പറ്റി നമുക്കറിയാം. നമ്മുടെ കാര്യത്തിൽ എന്തൊരു ആദിയാണ്, എന്തൊരു ശ്രദ്ധയാണ് അമ്മയ്ക്ക്, അല്ല, എന്തൊരു മൈന്യൂട്ടായ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും, ചെറിയ ആവശ്യങ്ങൾ പോലും അമ്മയ്ക്കറിയാം. അമ്മ എത്ര ശ്രദ്ധയോടെയാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. നമ്മൾ അമ്മയെന്ന് വിളിക്കുമ്പോൾ പോലും ആ വിളിയുടെ അർത്ഥം പോലും, വിശന്നിട്ടാണോ വിളിക്കുന്നത്, പേടിച്ചിട്ടാണോ വിളിക്കുന്നത്, അതെന്തെങ്കിലും കാര്യം നടക്കാനാണോ വിളിക്കുന്നത്, അതുപോലും ആ വിളിയിൽ നിന്ന് അമ്മയ്ക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതുപോലെയാണ് ഈ ഒരു ബന്ധം പോലെ തന്നെ പരിശുദ്ധ അമ്മയോട് ഒരടുപ്പം നമുക്കുണ്ടാകണം. നമ്മുടെയൊക്കെ അമ്മമാര് നമ്മളെ വിട്ടു പോകും. നമ്മൾ പോകുന്ന എല്ലാ സ്ഥലത്തും കൂടെ നടക്കാൻ നമ്മുടെ അമ്മയ്ക്ക് പറ്റില്ല. നമ്മുടെ അമ്മമാർക്ക് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റില്ല. ചില കാര്യങ്ങൾ അവർ മറന്നുപോകും. ചില കാര്യങ്ങൾ അവരുടെ കണ്ണിൽ പെടില്ല. ചിലതൊന്നും അവർക്ക് ശ്രദ്ധിക്കാൻ പറ്റാതെ പോകുന്നുണ്ട്.
അപ്പോൾ ഇതാ ഒരു കുറവുമില്ലാത്ത ഒരമ്മ, എപ്പോഴും ശ്രദ്ധിക്കാൻ, എപ്പോഴും സ്നേഹിക്കാൻ, എപ്പോഴും നമ്മളെ പറ്റി ആലോചിക്കാൻ നമുക്കൊരമ്മയുണ്ട്. നമ്മുടെ ഈ ലോകത്തിലെ അമ്മ മരിച്ചു പോയാലും, നമുക്ക് ജന്മം നൽകിയ അമ്മ മരിച്ചു പോയാലും, നമ്മുടെ അമ്മയിൽ നമ്മളിപ്പോ ഒറ്റപ്പെട്ട് വേറെ സ്ഥലത്ത് ജോലി ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ വേറൊരു സ്ഥലത്ത് നമ്മൾ ഒരു ശുശ്രൂഷ ചെയ്യുമ്പോൾ, വിവാഹം കഴിച്ച് വേറൊരു വീട്ടിലേക്ക് പോകുമ്പോൾ, ഒരു വീട്ടിൽ കതകടച്ചിരിക്കുമ്പോൾ, അമ്മയെ വിളിക്കാൻ പറ്റാതിരിക്കുമ്പോഴൊക്കെ നമ്മൾ ഓർക്കണം, എപ്പോഴും നമുക്ക് വിളിക്കാവുന്ന, എപ്പോഴും നമുക്ക് ഉണ്ടാവുന്ന ഒരു അമ്മ നമുക്കുണ്ട്. അത് പരിശുദ്ധ അമ്മയാണ്. ഹാലേലുയ. അവർക്ക് പറഞ്ഞേ ഹാലേലുയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ നന്ദി, ആരാധന. യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഞാൻ പറയുന്നത് ക്ലിയർ ആണോ? ഒച്ച കുറവാണോ? കേൾക്കാം അച്ഛാ, എന്നാലും കുറച്ച് സ്വരം ഉണ്ടെങ്കിൽ നല്ലതാണ്. ഓക്കെ ഓക്കെ. ഹല്ലേലൂയ. ഇപ്പൊ ക്ലിയർ ആണോ? അതെ അച്ഛാ, ഇപ്പൊ ക്ലിയർ ആണ്. ഓക്കെ. പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ സാന്നിധ്യം, സംരക്ഷണം നമുക്ക് എല്ലാവർക്കും കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അപ്പൊ നമ്മൾ അവസാനം പറഞ്ഞത് പരിശുദ്ധ അമ്മ പരിശുദ്ധാത്മാട്ടിയാണ്. അതുകൊണ്ട് പരിശുദ്ധ അമ്മ നമ്മുടെ അരികിൽ നിൽക്കുമ്പോൾ പരിശുദ്ധാത്മ കടന്നു വരും. ഒരു മണവാട്ടിയുടെ അടുത്തേക്ക് മണവാളൻ വരുന്നത് പോലെ. ഇപ്പൊ പരിശുദ്ധ അമ്മയുമായി ബന്ധമില്ലാത്തത്, പരിശുദ്ധ അമ്മയ്ക്ക്, പരിശുദ്ധാത്മാവിന് നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും ചെയ്യാൻ തടസ്സമായി നിൽക്കുന്നു എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. നമുക്കറിയാം, ഗബ്രിയേൽ മാലാഖ പരിശുദ്ധ അമ്മയെ കണ്ടപ്പോൾ അഭിവാദനം ചെയ്തത് എങ്ങനെയാണ്? മറിയത്തിന്റെ പേര് വിളിച്ചല്ല ആദ്യം അഭിവാദനം ചെയ്തത്. ഹെയിൽ മേരി ഫുൾ ഓഫ് ഗ്രേസ്, കൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കൃപ നിറഞ്ഞവളെ സ്വസ്തി എന്നാണ് പറഞ്ഞത്. പേര് വിളിച്ചില്ല. കാരണം എന്താന്ന് നിങ്ങൾക്കറിയോ? കാരണം ഇതാണ്, കൃപയുടെ കാര്യത്തിൽ മാലാഖമാരെക്കാൾ മുൻപിൽ നിൽക്കുന്നത് പരിശുദ്ധ അമ്മയാണെന്ന് ഗബ്രിയേൽ മാലാഖയ്ക്ക് അറിയാം. അതുകൊണ്ട് ഒരു രാജാവിന്റെ സേവകന് അറിയാം, രാജാവിന്റെ സേവകനേക്കാളും വലുതാണ്. അതുകൊണ്ട് രാജ്ഞിയോട് അത്രയും ആദരവും ബഹുമാനവും കാണിക്കണമെന്നുള്ള രാജാവിന്റെ സേവകൻ അറിയാവുന്നത് പോലെ ഗബ്രിയേൽ മാലാഖ കൃപയുടെ കാര്യത്തിൽ തന്നേക്കാൾ മുൻപന്തിയിൽ നിൽക്കുന്ന പരിശുദ്ധ അമ്മയെ പേരുപോലും വിളിക്കാൻ മടിച്ചുകൊണ്ട് പറയാ, കൃപ നിറഞ്ഞവളെ സ്വസ്തി, ഹെയിൽ മേരി ഫുൾ ഓഫ് ഗ്രേസ്. പിന്നീട് മാത്രമാണ്, മറിയമേ നീ ഭയപ്പെടേണ്ട, സൃഷ്ടി എന്ന നിലയിൽ മാലാഖയേക്കാൾ ഒരുപടി മറിയം പുറകിലാണെങ്കിലും കൃപയുടെ കാര്യത്തിൽ എല്ലാ മാലാഖമാരെക്കാളും അമ്മ മുൻപിൽ നിൽക്കുന്നു. അതാണ് പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിന്റെ പ്രത്യേകത. അതുകൊണ്ട് പരിശുദ്ധ അമ്മ നമ്മുടെ ജീവിതത്തിൽ ഉള്ളപ്പോൾ, അമ്മയുടെ സാന്നിധ്യം നമ്മൾ അനുഭവിക്കുമ്പോൾ, അമ്മയോട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, അമ്മയുമായി നമ്മൾ കൂട്ടുകൂടുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉള്ളത് ഇതുപോലെ ഒരു കൃപയുടെ സമൃദ്ധിയാണെന്ന് നമ്മൾ ഒരിക്കലും മറക്കരുത്. അതുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന ഒരു വ്യക്തി കടന്നു ചെല്ലേണ്ടത് അമ്മയിലൂടെയാണ്. അമ്മയുടെ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചുകൊണ്ടാണ് പരിശുദ്ധാത്മാവിൽ നിന്ന് ഏറെ വരദാന ഫലങ്ങൾ ഒരു വ്യക്തിക്ക് സ്വീകരിക്കാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് ഈ അമ്മയുടെ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന ഒരു വ്യക്തി പോലും വഴി തെറ്റില്ലെന്നും നശിക്കില്ലെന്നും താഴെ വീഴില്ലെന്നും ദൈവത്തിലേക്ക് നടന്നെടുക്കുമെന്നും സ്വർഗീയ കാര്യങ്ങൾ പഠിക്കുമെന്നും സ്വർഗം നമുക്കൊരു ഉറപ്പ് തരുന്നുണ്ട്. ഈ ഉറപ്പിൽ വിശ്വസിക്കണം നമ്മൾ. പരിശുദ്ധ അമ്മയുടെ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന വ്യക്തിക്ക് ഈ ലോകത്തുള്ള മറ്റ് എല്ലാവരേക്കാൾ കൂടുതൽ ജ്ഞാനം ഉണ്ടാകും. ഉറപ്പാണത്. അതുകൊണ്ടാണ് നമ്മുടെ വീട്ടിലെ അമ്മമാർ, അപ്പനമ്മമാർ, ഇവരൊക്കെ എന്ത് പഠിച്ചിട്ടാണ്, ഏത് യൂണിവേഴ്സിറ്റി പോയിട്ടാണ്, എത്ര മനോഹരമായാണ്
ഈ ലോകത്തിലെ അധികം അറിവില്ലാത്ത ചില അമ്മമാരും അപ്പന്മാരും ഒക്കെ നമ്മുടെ കുഞ്ഞുങ്ങളെ, കുടുംബത്തെ നോക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? ഇതാണ് മറിയത്തിന്റെ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന ആ അമ്മ ജപമാല ചെല്ലാൻ മാത്രം അറിയുന്ന ചില ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരിക്കൽ ഞാൻ ഓർക്കുന്നുണ്ട്, ചിറ്റൂർ ധ്യാന കേന്ദ്രത്തിൽ ബഹുമാനപ്പെട്ട ജോസ് ഉപ്പാണിയച്ചൻ ഒരു ജപമാല ധ്യാനം നടത്തിയപ്പോ അന്ന് അവിടെ ധ്യാനം കൂടിയ ഒരു അമ്മച്ചി പറഞ്ഞ കാര്യം, എനിക്ക് വേറെ ഒത്തിരി പ്രാർത്ഥനകളൊന്നും അറിയത്തില്ല അച്ഛാ, ജപമാല ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കും, അതിങ്ങനെ ചൊല്ലി അമ്മയെ വിളിച്ച് പറയും. അങ്ങനെ വീട്ടിലെ ഓരോരോ ബുദ്ധിമുട്ടുകളിൽ എനിക്ക് ഓരോരോ കാര്യങ്ങൾ എന്ത് ചെയ്യണം, വീട്ടിലെ ബുദ്ധിമുട്ടുകൾ എങ്ങനെ ഇടപെടണം, പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കണം, ഭർത്താവിന്റെ മദ്യപാനം, ഇങ്ങനെ പല പ്രശ്നങ്ങൾ ഉണ്ടായപ്പോഴൊക്കെ അതിനെ തരണം ചെയ്യാൻ അമ്മ ഇങ്ങനെ സഹായിക്കുന്നു, അമ്മ പറഞ്ഞു തരുന്നു. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മുടെ കുഞ്ഞുങ്ങളോടും, ഇപ്പൊ കല്യാണം കഴിഞ്ഞവരോടും, കൈക്കുഞ്ഞുങ്ങളുള്ളവരോടും, ദമ്പതികളോടും, മാതാപിതാക്കളോടും, വൈദികരോടും, സന്യസ്തരോടും നമ്മളൊക്കെ പരസ്പരം പറയേണ്ടത് ഇതാണ്: അമ്മയിൽ നിന്ന് പഠിക്കാത്തവർ ഏത് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠിച്ചാലും അവർക്ക് ചില കുറവുകൾ ഉണ്ടാകും. റോമിലെ അൽഫോൻസിയൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് മോറൽ തിയോളജിയിൽ ഞാൻ ഡോക്ടറേറ്റ് എടുത്തിട്ടുണ്ട്. പക്ഷേ എനിക്കറിയാം എൻ്റെ പ്രിയമുള്ളവരെ, നമ്മൾ ഡോക്ടറേറ്റ് എടുത്ത് പഠിക്കുന്നതൊന്നും അതൊക്കെ നിസ്സാര കാര്യമായിട്ട് എപ്പോഴും തോന്നും. ഒന്നുമല്ല. അത് നമുക്ക് ദൈവം പറഞ്ഞു തരുന്ന, സ്വർഗം തരുന്ന പരിശുദ്ധി അമ്മ നമ്മളെ പഠിപ്പിക്കുന്നതിൻ്റെ ഒന്നും 7 അയൽപക്കത്ത് അത് എത്തില്ലെന്നുള്ളത് ഉറപ്പാണ്. കാരണം ഈ യൂണിവേഴ്സിറ്റി പഠിച്ചതൊക്കെ മറ്റുള്ളവർക്ക് ദൈവം പറഞ്ഞു കൊടുക്കുന്നതും അമ്മ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നതൊക്കെ ശരിയാണോന്ന് നോക്കാനുള്ള ഒരു ഗ്രാഫ് മാത്രമാണെന്ന് എനിക്ക് തോന്നാറുണ്ട്. തെറ്റിപ്പോകാതിരിക്കാൻ, നേരെ അതിനെ നയിക്കാൻ, ഒന്ന് പഠിപ്പിക്കാൻ, കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ അതിന് ഈ പഠനങ്ങൾ സഹായിക്കും. പക്ഷേ പരിശുദ്ധ അമ്മയിൽ നിന്ന്, പരിശുദ്ധാത്മാവിൽ നിന്ന് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ അത് ഹൃദയ ഭിത്തികളിൽ എഴുതപ്പെടുന്നതാണ്. പുസ്തകത്തിൽ നിന്ന് പഠിക്കുന്ന പലതും അത് തലച്ചോറിൽ ശേഖരിക്കപ്പെടുന്ന ഒരു ഇൻഫോർമേഷൻ ആണെങ്കിൽ, പരിശുദ്ധ അമ്മയിൽ നിന്നും പരിശുദ്ധാത്മാവിൽ നിന്നും പഠിക്കുന്നത് ഹൃദയ ഭിത്തികളിൽ എഴുതപ്പെടുന്നതാണെന്നും അത് ജീവിതത്തെ നവീകരിക്കുന്നതാണെന്നും നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ഞാൻ ഓർക്കുകയാണ്, ഏതാനും നാളുകൾക്ക് മുമ്പ് ഏതോ ഒരു ടോക്കിലൊക്കെ ഞാൻ ഇങ്ങനെ ഒരു വാചകം പറഞ്ഞിരുന്നു: യോഹന്നാന് പരിശുദ്ധ അമ്മയെ കിട്ടിയത് കുരിശിന്റെ കീഴെ പോയി നിന്നപ്പോഴാണ്. കുരിശിന്റെ വഴിയെ നടന്ന് ഈശോയുടെ കുരിശിന്റെ കീഴെ പോയി നിൽക്കുന്ന ശിഷ്യനാണ് പരിശുദ്ധ അമ്മയെ ഹൃദയം കൊണ്ട് സ്വീകരിക്കാൻ ഉള്ള യോഗ്യതയുള്ളത് എന്ന് ഞാൻ പല പ്രാവശ്യം പല സ്ഥലങ്ങളിൽ ഇങ്ങനെ പറഞ്ഞു. അതെനിക്ക് എൻ്റെ ഉള്ളിൽ കിട്ടിയ ഒരു ബോധ്യമാണ്. പക്ഷെ ഞാൻ ഇന്നലെ മാതാവിനെ കുറിച്ചുള്ള ദൈവശാസ്ത്രപരമായ ഒരു പുസ്തകം വായിച്ചപ്പോൾ അതിൽ സഭാപിതാക്കന്മാരിലൂടെയും മറ്റ് ദൈവശാസ്ത്രജ്ഞന്മാരിലൂടെയും സഭ പഠിപ്പിക്കുന്നതായി എഴുതി വെച്ചിരിക്കുന്നു ഇതേ കാര്യം. ഇത് ഞാൻ ഇന്നലെയാണ് കാണുന്നത്. ഇതിനു മുൻപ് ഇതെനിക്ക് കിട്ടിയത് എവിടെ നിന്നാണ്? ഈ റിഫ്ലക്ഷൻ കിട്ടിയത് എവിടെ നിന്നാണ്? ഞാൻ ഈ പറയുന്നത് ഇതാണ്: ഒരുപക്ഷെ തിയോളജി പഠിച്ച വൈദികരെക്കാളും പഠിപ്പിക്കുന്നവരെക്കാളും ചില വീട്ടമ്മമാര്, ചില സഹോദരങ്ങള്, ചില വ്യക്തികളൊക്കെ അമ്മയെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ കേട്ടിട്ടില്ലേ? അല്ലെങ്കിൽ ദൈവിക കാര്യങ്ങൾ ജ്ഞാനം അവർക്ക് ലഭിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? അത് സ്വർഗത്തിന്റെ ജ്ഞാനമാണ്. അതുകൊണ്ട് നിങ്ങൾ ഒരു തരത്തിലും നിങ്ങൾക്കൊരു അപകർഷതാ ബോധം ഉണ്ടാകരുത്. ഞാൻ പഠിച്ചില്ലല്ലോ, എനിക്ക് വലിയ കഴിവില്ലല്ലോ, എനിക്ക് ഒന്നും ജീവിതത്തിലൊന്നും നേടാൻ പറ്റിയില്ലല്ലോ, എന്നെ ആരും പരിഗണിക്കുന്നില്ലല്ലോ. എൻ്റെ പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നിങ്ങളെ പഠിപ്പിക്കാൻ കഴിവുള്ള, നിങ്ങളെ നയിക്കാൻ കഴിവുള്ള, നിങ്ങളെ ശക്തിപ്പെടുത്താൻ കഴിവുള്ള ഒരമ്മയുണ്ട്. അമ്മയുടെ യൂണിവേഴ്സിറ്റി ഉണ്ട്. ഫ്രീ ഓഫ് കോസ്റ്റ്, പൈസ കൊടുക്കണ്ട, യാത്ര ചെയ്യണ്ട, വീട്ടിലിരുന്നും നടന്നും ഈ കിടന്നും എപ്പോഴും പഠിക്കാവുന്ന, എപ്പോഴും ചോദ്യങ്ങൾ ചോദിക്കാവുന്ന, എപ്പോഴും പഠിപ്പിച്ചു തരാൻ ആഗ്രഹിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റിയായി, ഒരു പ്രൊഫസറായി പരിശുദ്ധി അമ്മ നമ്മളുടെ മുൻപിൽ നിൽക്കുകയാണ്. ഈ ഒരു വിശ്വാസം നമുക്ക് വേണം. കുരിശിൽ കിടന്നുകൊണ്ട് ഈശോ യോഹന്നാനോട് പറയാ, ഈ സിലബസ് നീ പഠിക്കണം, പരിശുദ്ധ അമ്മയിൽ നിന്ന് നീ പഠിക്കണം, നീ അമ്മയെ കൊണ്ടുപോ, അമ്മ പറയുന്നത് കേൾക്ക്, അമ്മ പറയുന്നതാണ് കറക്റ്റ്. എൻ്റെ കുഞ്ഞുനാളിലെ കുറുമ്പും എൻ്റെ സ്നേഹത്തിന്റെ ആഴവും എൻ്റെ രക്ഷാകര പദ്ധതി എന്താണെന്നും
അമ്മയെ പോലെ ആർക്കും മനസ്സിലായിട്ടില്ല. ഞാൻ കുരിശിന്റെ വഴിയിലൂടെ നടന്നത് എങ്ങനെയെന്നും, ഞാൻ കുരിശ് ചുമന്നത് എങ്ങനെയെന്നും, ഞാൻ വീണിട്ട് എങ്ങനെ എഴുന്നേറ്റെന്നും, എന്നെ തല്ലിയപ്പോൾ എങ്ങനെയാണ് ക്ഷമിച്ചതെന്നും, കുരിശിൽ കിടന്നപ്പോഴേ ഈ വേദന സഹിച്ചത് എങ്ങനെയൊക്കെ അറിയാവുന്ന ഒരേ ഒരാൾ അത് അമ്മയാണ്. ഈ അമ്മയിൽ നിന്ന് പഠിക്കുന്നവർക്കാണ്, ഈ അമ്മയ്ക്കാണ് ഇത് പഠിപ്പിക്കാൻ സാധിക്കുക. അതുകൊണ്ടാണ് ലോകത്ത് പല പല സ്ഥലങ്ങളിലും ദൈവം പലരെയും ഇങ്ങനെ തെരഞ്ഞെടുത്തിട്ടുള്ളത്. മാർപ്പാപ്പയെ പോലും ഉപദേശിക്കാൻ തക്ക വിധം കഴിവുള്ള അൽമായ സഹോദരങ്ങളെ, സിസ്റ്റേഴ്സിനെ, ബ്രദേഴ്സിനെ ഒക്കെ ദൈവം പല രീതിയിൽ തെരഞ്ഞെടുത്ത് ഉയർത്തിയത് അങ്ങനെയാണ്. അത് ലോകത്തിന്റെ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചതുകൊണ്ട് കിട്ടുന്നതല്ല, അത് പരിശുദ്ധ അമ്മയുടെ, പരിശുദ്ധാത്മാവിന്റെ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്നവർക്ക് കിട്ടുന്ന ജ്ഞാനമാണത്. എനിക്ക് തോന്നുന്നു ഒരുപാട് സംശയങ്ങളും ഒരുപാട് കൺഫ്യൂഷനും വിശ്വാസപരമായ ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ നമ്മൾ മീഡിയയിലൂടെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ഒരു സമയമാണത്. ഇപ്പോഴും നമ്മൾ വിഷമിക്കേണ്ട കാര്യമില്ല. സഭയിൽ ആദിമ ക്രിസ്ത്യാനികൾക്കിടയിൽ പണ്ടും തർക്കങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. നമുക്കറിയാം, ഭക്ഷണത്തെ ചൊല്ലിയുള്ള തർക്കം ആദിമ അപ്പസ്തോല പ്രവർത്തനം നമ്മൾ വായിക്കുന്നുണ്ട്. ഭക്ഷണം സെർവ് ചെയ്യുന്നതിനെ പറ്റിയുള്ള ബുദ്ധിമുട്ടുകൾ, അതുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾക്കൊടുവിലാണ് ഡീക്കന്മാരുണ്ടായത്. അതുകൊണ്ട് അന്ന് ഇന്നത്തെ പോലെ ഫേസ്ബുക്കും വാട്സപ്പും ഒന്നും ഇല്ലാത്തത് കൊണ്ട് പ്രശ്നങ്ങൾ അന്ന് അറിഞ്ഞില്ലെന്ന് മാത്രമേ ഉള്ളൂ. ഈ കാലഘട്ടത്തിലെല്ലാം പെട്ടെന്ന് അറിയുന്നു എന്നതാണ് ഒരു വ്യത്യാസം. സഭയിലെ എല്ലാ കാലങ്ങളിലും തർക്കങ്ങളും ബുദ്ധിമുട്ടുകളും അസ്വസ്ഥതകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ കാണുന്ന ഒരു വിശ്വാസി എന്ന നിലയിൽ എല്ലാ ഇടിഞ്ഞു പൊളിഞ്ഞു താഴെ വീണയെ എന്നൊന്നും പറഞ്ഞ് നമ്മൾ വാവിട്ട് കരയേണ്ട കാര്യമില്ല. ഇത് അങ്ങനെയൊന്നും ഇടിഞ്ഞു പൊളിഞ്ഞ് താഴെ വീടില്ല. തിരുസഭ അങ്ങനെയൊന്നും താഴെ വീടില്ല. അപ്പൊ ഇതിനോടൊക്കെ നമ്മൾ പ്രതികരിക്കേണ്ടതും ഇതിനെ മനസ്സിലാക്കേണ്ടതൊക്കെ ലോകത്തിന്റെ കണ്ണുകൊണ്ടല്ല, അത് ജ്ഞാനം കൊണ്ടാണ്. അത് പരിശുദ്ധ അമ്മയുടെ കണ്ണുകളിലൂടെയാണ്. നമ്മൾക്ക് വിശ്വാസം ഉണ്ടായ പോരാ, തീക്ഷ്ണത ഉണ്ടായ പോരാ, പ്രാർത്ഥിച്ചാലും പോരാ. കുറെ പേര് പ്രാർത്ഥിക്കുന്നവരുണ്ട്, പക്ഷെ പ്രാർത്ഥിച്ചാൽ പോരാ. ചില ആളുകൾ, ഞാൻ അടുത്ത കാലത്ത് കേട്ടതാണ്, മാർപ്പാപ്പയുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആളുകളുണ്ട്. നമ്മളെ ആരെങ്കിലും ഈ ഉത്തരവാദിത്തം ഏൽപ്പിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. മാർപ്പാപ്പയെ മാനസാന്തരപ്പെടുത്താൻ മാർപ്പാപ്പയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, പക്ഷെ മാർപ്പാപ്പയെ തിരുത്താൻ നമ്മൾ പ്രാർത്ഥിക്കാൻ, അത് ദൈവം നോക്കേണ്ട കാര്യങ്ങളുണ്ട്. കർത്താവിനേക്കാൾ കൂടുതൽ സഭയുടെ ഉത്തരവാദിത്വം നമ്മൾ ആരെ ഏറ്റെടുക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. പക്ഷെ നമ്മൾ പ്രാർത്ഥിക്കണം, നമ്മൾ ത്യാഗം ചെയ്യണം, നമുക്ക് വിശ്വാസം വേണം. അമ്മയെപ്പോലെയുള്ള വിശ്വാസമാണ്, അമ്മയെപ്പോലെയുള്ള എളിമയാണ്, അമ്മയ്ക്കുണ്ടായിരുന്ന സത്യം, അമ്മയ്ക്കുണ്ടായിരുന്ന സ്നേഹം. അതുകൊണ്ട് തീക്ഷ്ണത മാത്രം പോരാ, പ്രാർത്ഥന മാത്രം പോരാ, വിശ്വാസം മാത്രം പോരാ, അതിൽ സ്നേഹം വേണം, അതിൽ സത്യം വേണം, അല്ലെ? അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. പരിശുദ്ധ അമ്മയുടെ കണ്ണുകളിലൂടെ, ആ വിശ്വാസത്തിലൂടെ. കാരണം വിശുദ്ധ ഗ്രന്ഥത്തിൽ നോക്കിയാലും ചരിത്രം മുഴുവൻ നോക്കിയാലും അമ്മയെ പോലെ ദൈവത്തെ അറിഞ്ഞ, ദൈവത്തെ സ്നേഹിച്ച, ദൈവത്തെ മനസ്സിലാക്കി വേറൊരാളില്ല. അതുകൊണ്ട് ജപമാല ചൊല്ലി പ്രാർത്ഥിച്ച് ശക്തി പ്രാപിക്കുന്ന ജ്ഞാനമുള്ള ഒരു വ്യക്തിക്ക് കാണാൻ പറ്റും. എന്ത് പ്രശ്നങ്ങൾ ചുറ്റും നടന്നാലും നമ്മൾ ആരെയും വിധിക്കാനോ എഴുതി തള്ളാനോ അടിച്ചൊതുക്കാനോ അടിച്ചിരുത്താനോ ഒന്നും നോക്കേണ്ട കാര്യമില്ല. നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, നമ്മൾ എല്ലാവരെയും സ്നേഹിച്ചുകൊണ്ടിരിക്കുക, സത്യം എന്നും വിജയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക. ദൈവത്തിന്റെ ആത്മാവ് നമ്മളിൽ നിറയാൻ അമ്മയുടെ ഈ യൂണിവേഴ്സിറ്റിയിൽ പോയി നമ്മൾ പഠിക്കണം. ഹല്ലേലൂയ. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ നന്ദി. നമുക്ക് ശക്തമായിട്ട് ഒന്ന് സ്തുതിക്കാം. പരിശുദ്ധാത്മാവിന്റെ ശക്തമായ മാധ്യസ്ഥം, പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്താൽ പരിശുദ്ധാത്മാവിന്റെ ശക്തമായ ഒരു അഭിഷേകം നമ്മിലേക്ക് നിറയപ്പെടാൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ. യേശുവേ നന്ദി. പരിശുദ്ധാത്മാവ് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന. ദൈവമേ നന്ദി, ദൈവമേ സ്തുതി. യേശുവേ നന്ദി, യേശുവേ ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമ്മുടെ അനുദിന ജീവിതത്തിൽ ഈ ലോകത്തിന് ചിന്തിക്കാൻ പറ്റാത്ത വിധം നമ്മളെ ചിന്തിക്കാനും പ്രവർത്തിക്കാനും പരിശുദ്ധാത്മാവ് സഹായിക്കാനുള്ള ഏറ്റവും നല്ല കുറുക്ക് വഴിയാണ്
പരിശുദ്ധി അമ്മയോടുള്ള അടുപ്പം, പരിശുദ്ധി അമ്മയോടുള്ള സ്നേഹം, പരിശുദ്ധി അമ്മയുമായുള്ള ബന്ധം എന്ന് നമ്മൾ മറക്കരുത്. ഒരുപക്ഷെ ഞാൻ കഴിഞ്ഞ വർഷം ക്രിസ്മസ് സമയത്ത് ഇറങ്ങിയ ഒരു പാട്ടുണ്ട്, ഉണ്ണിക്ക് രാരീരം എന്നൊരു പാട്ട്. സ്വപ്നത്തിൽ അമ്മേ ഉണ്ണിയെ കണ്ടോ. ഞാൻ ആ പാട്ടിൻ്റെ വരികൾ ഞാൻ എപ്പോഴും ഓർക്കുക. അതിനു മുമ്പ് ഒരിക്കൽ പോലും ചിന്തിക്കാത്തത്, ഒരിക്കൽ പോലും ഒരു സ്ഥലത്ത് വായിക്കാത്തത്, അങ്ങനെ ചിന്തിക്കാൻ മാത്രമുള്ള ബുദ്ധിയൊന്നും എനിക്കില്ല. അങ്ങനെ വലിയ വായനയൊന്നും ഞാൻ നടത്താറില്ല. പക്ഷേ എനിക്ക് എപ്പോഴും തോന്നും, നമ്മളെ പരിശുദ്ധി അമ്മയും വിശുദ്ധരും മാലാഖമാരൊക്കെ പല കാര്യങ്ങളും പഠിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അതൊരു കഴിവായിട്ടല്ല നമ്മൾ കാണേണ്ടത്, ഒരു വലിയ കൃപയാണ്. എനിക്ക് തോന്നുന്നു നമ്മുടെ ഒക്കെ ജീവിതത്തിൽ നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറം സ്വർഗീയ രഹസ്യങ്ങൾ, ദൈവീക കാര്യങ്ങൾ പറഞ്ഞു തരാൻ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം, മാധ്യസ്ഥം നമ്മളെ സഹായിക്കുന്നുണ്ട്. ഞാൻ അതിനു മുമ്പ് ഒരിക്കൽ പോലും ചിന്തിക്കാത്ത ചില കാര്യങ്ങൾ ആ പാട്ടിൽ എഴുതുകയുണ്ടായി. നിങ്ങൾ കേട്ടിട്ടുള്ളതാണെങ്കിലും സ്വപ്നത്തിലമ്മേ ഉണ്ണിയെ കണ്ടു, പൈതലായി ഈശോയെ കണ്ടു. സ്വപ്നത്തിലമ്മേ ഉണ്ണിയെ കണ്ടു, ഉദരത്തിൽ ഈശോയെ കണ്ടു. ഉണ്ണിക്കുരാരിരം പാടി അമ്മ പൊന്നുമ്മ കവിളിൽ കൊടുത്തു. ഉണ്ണിക്കുരാരിരം പാടി അമ്മ പൊന്നുമ്മ കവിളിൽ കൊടുത്തു. രാരീരാരം പാടാം ഞാനീ രാവിൽ, കാറ്റിനെ ശാസിച്ച തമ്പുരാനെ ശാന്തമായമ്മ ഉറക്കിയല്ലോ. കടലിൻ്റെ മീതെ നടന്നവനെ അമ്മ വെള്ളം കോരി കുളിപ്പിച്ചു. ഉണ്ണിക്കു കൂട്ടുകൂടാനാ അമ്മ മാലാഖമാരെ വിളിച്ചോ. ഉണ്ണിക്കുരാരിരം പാടാൻ അമ്മ താരക നിരയെ ക്ഷണിച്ചു. ഇടറിയോരാടിന്നു ചുമലേകും നാഥൻ അമ്മതൻ തോളിൽ മയങ്ങിയല്ലോ. അമ്മതൻ അപ്പം കഴിച്ചൊരുണ്ണി ജീവന്റെ അപ്പമായി മാറിയല്ലോ. ഉണ്ണിക്കു സമ്മാനമേകാൻ അമ്മ കുഞ്ഞുടുപ്പന്നു തയ്ച്ചോ. ഉണ്ണിക്കു സന്തോഷമാകാൻ സങ്കീർത്തനം ചൊല്ലിക്കൊടുത്തോ. ആരീരാരം പാടാം ഞാനീ രാവിൽ. പ്രിയമുള്ളവരെ, ഞാനിത് പാടിയത് ഇത് ഒരു മാനുഷിക ബുദ്ധിയിലോ കഴിവിലോ അല്ല ചിലപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നതെന്ന് പറയാനാണ്. പരിശുദ്ധ അമ്മയോട് നമ്മൾ അല്പമൊക്കെ ഒന്ന് അടുത്ത് നിന്നാൽ ഒരുപാട് കാര്യങ്ങൾ അമ്മ നമ്മളെ പഠിപ്പിക്കും. അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളെയും നമ്മുടെ യുവതിവാക്കളെ ഒക്കെ നമ്മൾ ഇങ്ങനെ ഒരു അമ്മയെ പറ്റി പറഞ്ഞു കൊടുക്കണം. ഈ അമ്മയുടെ സ്നേഹത്തിലേക്ക് നമ്മൾ അവരെല്ലാം വിളിക്കണം. ഈ അമ്മയിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ടെന്നൊക്കെ ഹൃദയത്തിൽ നമ്മൾ പറഞ്ഞു കൊടുക്കണം. അങ്ങനെ എല്ലാവരും അമ്മയെ അറിയണം. അമ്മയെ പറ്റി പറയുന്നതൊക്കെ ഈശോയിലാണ് ചെന്ന് അവസാനിക്കുന്നത്. ഈശോയെ പറ്റി പറഞ്ഞു തുടങ്ങുമ്പോഴും നമ്മൾ അറിയാതെ അമ്മയിലേക്ക് എത്തും. അതുകൊണ്ട് അമ്മ വഴി ഒരുപാട് നമുക്ക് ഈശോയെ കൂടുതൽ ആഴത്തിൽ അനുഭവിക്കാനും മനസ്സിലാക്കാനും സാധിക്കുമെന്നുള്ളത് ഉറപ്പാണ്. നമുക്കറിയാം, അമ്മമാരുടെ ചില പ്രത്യേകമായ സ്വഭാവ രീതികൾ, സ്നേഹങ്ങളൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങളെ എത്രമാത്രമാണ് സ്വാധീനിക്കുന്നത്. എനിക്കറിയാവുന്ന ചില സിസ്റ്റേഴ്സ് ഉണ്ട്,
ഞങ്ങളുടെ നാട്ടിലെ ചില അമ്മമാര് ചേച്ചിമാരുണ്ട്. എൻ്റെ വീട്ടിലെ അമ്മച്ചി പോലും ഞാൻ ഓർക്കുന്നുണ്ട്. അയൽപക്കത്ത് വീട്ടിലെ ചില പിള്ളേർ ഭയങ്കരമായിട്ട് കരഞ്ഞു കഴിയുമ്പോൾ അമ്മച്ചി ഒന്ന് എടുത്താൽ മതി, ഒന്ന് തോളത്ത് വെച്ചാൽ മതി, പെട്ടെന്ന് കരച്ചിൽ നിർത്തും. അതുപോലെ ചില നല്ല അമ്മമാരുണ്ട്, കുഞ്ഞുങ്ങളെ അവർ നോക്കുന്നത് കണ്ടാൽ നമുക്ക് കൊതി വരും. ആ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ അവർക്ക് എന്തൊരു ശ്രദ്ധയാണെന്നറിയോ. എപ്പോഴും നീ എങ്ങടെ പോകുന്നേ, പ്രാർത്ഥിച്ചിട്ട് പോയിക്കേ, തിരിച്ചു വരുമ്പോ നീ പ്രാർത്ഥിച്ചേ, നീ നിനക്ക് എന്താ പറ്റിയ, മുഖത്ത് എന്താ പറ്റിയ, സങ്കടമാണോ, എന്തൊരു ക്ഷീണം, ഇങ്ങനെ എല്ലാം പറഞ്ഞ് ഭയങ്കരമായിട്ട് കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കുന്ന അമ്മമാര് എന്നെ കേൾക്കുന്ന നിങ്ങൾ പലരും അങ്ങനെ ആയിരിക്കാം. ഞാൻ ഈ പറഞ്ഞതിന്റെ കാര്യം, പരിശുദ്ധ അമ്മ നമ്മളെ എടുത്താൽ, അമ്മയുടെ കൈകളിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ കൊടുത്താൽ, നമ്മുടെ ജീവിതത്തെ അമ്മയ്ക്ക് സമർപ്പിക്കുമ്പോഴൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രത്യേക സ്നേഹത്തിന്റെ സ്പർശനം, ഒരു സ്വർഗത്തിന്റെ സുഗന്ധം, ഒരു മുറിവുകൾ ഉണങ്ങപ്പെടുന്ന അവസ്ഥ, സ്നേഹിക്കപ്പെടുന്ന അവസ്ഥ, പരിഗണിക്കപ്പെടുന്ന അവസ്ഥയൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. അതുകൊണ്ട് പരിശുദ്ധ അമ്മയോട് ഇങ്ങനെ ഒരു കൂട്ടുകൂടാനായിട്ട് നമ്മളെല്ലാവരും ആഗ്രഹിക്കണം. ഇനി നമ്മൾ ഓർക്കണം, പരിശുദ്ധ അമ്മ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറയുന്നത് കേൾക്കാൻ മാലാഖ ഇങ്ങനെ കൊതിയോടെ നിൽക്കുകയായിരുന്നു. ആ മാലാഖ മാത്രമല്ല, സ്വർഗം മുഴുവൻ ഇങ്ങനെ നിൽക്കുകയാണ്. പ്രകൃതി, പ്രപഞ്ചം മുഴുവൻ നിശ്ചലമായി എന്ന് പറയുന്ന സമയമാണല്ലോ അത് കാരണം ആദത്തിന്റെ സന്തതി പരമ്പരയ്ക്ക് മുഴുവൻ രക്ഷ കിട്ടാൻ വേണ്ടി അമ്മ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറയുന്നത് കേൾക്കാൻ പ്രപഞ്ചം മുഴുവൻ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അത് വലിയൊരു വീണ്ടെടുപ്പിന്റെ മംഗളവാർത്തയുടെ രഹസ്യമായിരുന്നു. ആ ആമേൻ പറയുന്ന സമയം വലിയ അനുഗ്രഹത്തിന്റെ കലവറയാണ് ലോകം മുഴുവന് മുൻപിൽ തുറക്കപ്പെട്ടത്. നമുക്ക് പരിശുദ്ധ അമ്മയോട് നമുക്ക് പറയാം, അമ്മേ, അമ്മ പറയണം, അമ്മ ഞങ്ങൾക്ക് വേണ്ടി പറയണം, അമ്മ പറയുന്നത് കേൾക്കാൻ ഞങ്ങൾ നോക്കി നിൽക്കുകയാണ്. അമ്മ പറഞ്ഞാൽ അത് ദൈവം അനുസരിക്കും, അമ്മ പറഞ്ഞാൽ അത് ദൈവം കേൾക്കും. അമ്മയ്ക്ക് അങ്ങനെ ഒരു റോൾ ഉണ്ടല്ലോ. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു ആശ്വാസം കിട്ടാൻ, ഞങ്ങൾ അനുഗ്രഹിക്കപ്പെടാൻ, ഞങ്ങൾ സുഖം പ്രാപിക്കാൻ അമ്മ ഇപ്പോൾ ഒന്ന് ഈശോയോട് പറയണം, അമ്മയൊന്ന് ദൈവത്തോട് പറയണം. ഈ സമയത്തൊക്കെ അമ്മ നമുക്ക് വേണ്ടി പറയും. കാനായിലെ വിവാഹ വിരുന്നിൽ പോലും അമ്മയ്ക്ക് ഇതുപോലെ റോൾ ഉണ്ടെന്ന് ഈശോ നമ്മളെ പഠിപ്പിച്ചതല്ലേ. എനിക്ക് തനിച്ച് ചെയ്യാവുന്ന കാര്യമാണെങ്കിലും എൻ്റെ അമ്മയിലൂടെ, അമ്മ വഴി ചില കാര്യങ്ങൾ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. എനിക്ക് ചെയ്യാൻ പറ്റും. ഞങ്ങൾ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും പല കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെങ്കിലും ദൈവം ആഗ്രഹിക്കുകയാണ് അമ്മ വഴി ചെയ്യാൻ, അമ്മയിലൂടെ ചെയ്യാൻ. അമ്മയ്ക്കൊരു സ്ഥാനം ദൈവം കൊടുത്തത് നമ്മളായിട്ട് കളയാൻ പാടുണ്ടോ? അതുകൊണ്ടാണ് യോഹന്നാൻ അമ്മയെ കൊടുത്തത്, കാനായിൽ അമ്മയുടെ സ്ഥാനം വെളിപ്പെടുത്തിയത്. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, പരിശുദ്ധ അമ്മ നമ്മുടെ ജീവിതത്തിൽ ഇടപെടാൻ, പരിശുദ്ധ അമ്മയ്ക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ വേണ്ടി നമ്മൾ എപ്പോഴും വാതിൽ തുറക്കണം. ഞാൻ പറഞ്ഞല്ലോ, പരിശുദ്ധ അമ്മ ദൈവത്തിന്റെ സ്നേഹ കൂടാരമാണ്. പുതിയ നിയമത്തിലെ പുതിയ വാഗ്ദാന പേടകമായി പരിശുദ്ധ അമ്മയെ കാണുന്നുണ്ട്. അമ്മയുടെ സാന്നിധ്യത്തിലൂടെ ഈ വാഗ്ദാനം പേടകം പോലെ നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ ഏറെയാണ്. സംഗീത പുസ്തകം 10-ാം അധ്യായം 33-ാം വചനം, വാഗ്ദത്ത ദേശത്തേക്കുള്ള യാത്രയിൽ വഴികാട്ടിയെ പോലെയായിരുന്നു വാഗ്ദാന പേടകം. അവർക്ക് വിശ്രമം ആരാഞ്ഞുകൊണ്ട് അത് അവർക്ക് മുൻപേ പോയെന്ന് സംഗീത പുസ്തകം 10-ാം അധ്യായം 33-ാം വചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. യേശുവിലേക്കുള്ള യാത്രയിലെ ഇടത്താവളമായി മറിയം മാറുന്നുണ്ട്. നമ്മൾ ഇടയ്ക്ക് തളരും, പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ലെന്ന് പറയും. ചിലർ പറയാറില്ല, അല്ലെ, വല്ലാത്തൊരു മടുപ്പാണ്, ഒരു തളർച്ചയാണ്, ഒരു ക്ഷീണമാണ്, ഒന്നിലും താല്പര്യമില്ല. അമ്മയെന്ന് വിളിക്കുക, അമ്മേ എൻ്റെ ആശ്രയമേ എന്ന് പറയുക, ഒരു നന്മ നിറഞ്ഞ മറിയം ചൊല്ലുക. നമുക്ക് വിശ്രമം ആരാഞ്ഞുകൊണ്ട് നമുക്ക് മുൻപേ പുതിയ വാഗ്ദാന പേടകം പോലെ പരിശുദ്ധ അമ്മ പോകുന്നുണ്ട്. അമ്മയിൽ നിന്ന് ഊർജം കിട്ടും, അമ്മയിൽ നിന്ന് നമുക്കൊരു പ്രത്യേക ഉണർവ് കിട്ടും. നമുക്ക് കാര്യങ്ങൾ യാത്രയിൽ, ഈശോയിലേക്കുള്ള യാത്രയിലുള്ള നമ്മുടെ ഇടത്താവളമായി നമുക്ക് മുൻപേ വിശ്രമം ആരാഞ്ഞുകൊണ്ട് പരിശുദ്ധ അമ്മ പുതിയ വാഗ്ദാനം പേടകം പോലെ നമ്മുടെ മുൻപിലൂടെ സഞ്ചരിക്കുന്നുണ്ട്. ജോഷുവയുടെ പുസ്തകം 6-ാം അധ്യായത്തിൽ ജെറീക്കോ മതിൽ തകർക്കപ്പെടും നമ്മൾ കാണുന്നുണ്ടല്ലോ. ജെറീക്കോ മതിൽ തകർക്കാൻ ഉപയോഗിച്ചത് എന്താണ്? വാഗ്ദാന പേടകമാണ്. അല്ല, 7 വട്ടം പുരോഹിതന്മാർ മുൻപിൽ നിന്നുകൊണ്ട് വാഗ്ദാന പേടകം വഹിച്ചുകൊണ്ട് ജെറീക്കോ മതിലിന് ചുറ്റും ഉലാത്തിയപ്പോൾ, പ്രദക്ഷിണം വെച്ചപ്പോൾ, സ്വാർത്ഥതയുടെയും വലിയ സ്വാർത്ഥതയുടെ അഹങ്കാരത്തിന്റെ അടയാളമായിരുന്ന ജെറീക്കോ മതിൽ ഇടിഞ്ഞ് താഴെ വീഴുകയാണ്.
ജപമാല ചൊല്ലിക്കൊണ്ട് പരിശുദ്ധ അമ്മയെ വിളിച്ചുകൊണ്ട് നടക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്തിൽ, പുതിയ വാഗ്ദാന പേടകമായ അമ്മയുടെ സാന്നിധ്യത്തിൽ നമ്മുടെ ചുറ്റുമുള്ള ജീവിതത്തിലുള്ള പരിസരങ്ങളിലുള്ള സ്വാർത്ഥത, നമ്മുടെ ഹൃദയത്തിലുള്ള സ്വാർത്ഥതയെല്ലാം തകർന്ന് താഴെ വീഴും. നമുക്ക് പുതിയൊരു ഊർജം ലഭിക്കുന്നതായി നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ജോർദാൻ നദി കടക്കാനായി വാഗ്ദാന പേടകമാണ് അവരെ ഉപയോഗിച്ചത്, അവരെ സഹായിച്ചത്. വാഗ്ദാന പേടകം പിടിച്ചിരുന്ന വൈദികരുടെ പാദം ജോർദാൻ നദിയെ, ജലത്തെ സ്പർശിച്ചപ്പോൾ ഒഴുക്ക് നിലച്ചു എന്ന് നമുക്കറിയാം. വാഗ്ദാന പേടകം ജീവിതത്തിൽ ഇക്കരയിൽ നിന്ന് അക്കരയ്ക്ക് എത്താൻ പറ്റാതെ നമുക്ക് പല സ്ട്രഗിളുകളുണ്ട്. നമുക്ക് നീന്തി നമ്മൾ പലപ്പോഴും മുങ്ങിത്താഴുന്ന ചുഴികളുണ്ട്. പാപത്തിന്റെ ചുഴികൾ, വേദനയുടെ ചുഴികൾ, സങ്കടത്തിന്റെ ചുഴികൾ, വലിയ നിരാശയുടെ ചുഴികൾ, അവിശ്വാസത്തിന്റെ ചുഴികൾ. അങ്ങോട്ടേക്ക് എത്തുന്നില്ല. എത്ര ശ്രമിച്ചിട്ടും എത്തിപ്പിടിക്കാൻ പറ്റാത്ത ആ യാത്രയിൽ പരിശുദ്ധ അമ്മയെ കൂട്ടുപിടിക്കുമ്പോൾ വാഗ്ദാന പേടകം വഹിച്ചിരുന്ന പുരോഹിതരുടെ പാദം ജോർദാൻ നദിയെ സ്പർശിച്ചപ്പോൾ ഒഴുക്ക് നിലച്ചതുപോലെ അങ്ങേ കരയിൽ നിൽക്കുന്ന, ഒരു തിരമാലയിലും തളരാതെ നിൽക്കുന്ന അമ്മയുടെ മുഖം നമ്മളെ മുന്നോട്ട് നയിക്കും എന്നുള്ളത് ഉറപ്പാണ്. അപ്പർ റൂമിൽ കോൺഫിഡൻസ് കൊടുത്തത്, അന്ന് ഭയന്നിരുന്ന ശിഷ്യന്മാർ, മീൻ പിടിക്കാൻ പോയാലൊന്ന് ചിന്തിച്ചിരുന്ന ശിഷ്യന്മാർ, മരണത്തെ പേടിച്ചിരുന്ന ശിഷ്യന്മാർ, മുന്നോട്ടിനി എന്തെന്ന് ഒരു ഐഡിയയും ഇല്ലാത്ത അവസ്ഥ. ഒരുപക്ഷെ എന്നെ കേൾക്കുന്ന നിങ്ങൾ, നിങ്ങളുടെ വീട്ടിൽ കൂടെ ഉണ്ടായ മരണം, രോഗം, വലിയ സാമ്പത്തിക ബുദ്ധിമുട്ട്, തിന്മയുടെ വലിയ അവസ്ഥ, ഒന്നും ഒരു വ്യക്തതയില്ല. അങ്ങനെയുള്ള അവസ്ഥകൾ ഉണ്ട് പ്രിയമുള്ളവരെ. ഒട്ടും പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. എല്ലാത്തിലും ഒരു മരവിപ്പാണ്. എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയുണ്ടാകാം. വാഗ്ദാന പേടകത്തിന്റെ സാന്നിധ്യം, പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം നമ്മളുടെ ജീവിതത്തിലെ എല്ലാ തരത്തിലുള്ള ചുഴികളിൽ നിന്നും, കഠിനമായ ആ ഒഴുക്കിന്റെ വിഗതികളിൽ നമ്മളെ പൂർണ്ണമായിട്ടും രക്ഷിക്കും. അതുകൊണ്ടാണ് മൈക്കൽ ആഞ്ചലോയുടെ പിയത്തയിൽ മൈക്കൽ ആഞ്ചലോ വരച്ചു വെച്ച അമ്മ മറിയം കണ്ണീരണിഞ്ഞ പുഞ്ചിരിയാണെന്ന് ആ മറിയത്തിന്റെ മുഖത്ത് എഴുതി വെച്ചത്. മൈക്കൽ ആഞ്ചലോ കണ്ണീരണിഞ്ഞ പുഞ്ചിരിയാണ് മറിയം. കണ്ണീരിലും ഒരു പുഞ്ചിരിയുണ്ട്. ഇനി ഒരു സങ്കടക്കടലിൽ വിട്ട് ലോകത്തെ നശിപ്പിക്കില്ലെന്ന് ദൈവം നോഹയ്ക്ക് കൊടുത്ത ആ വാഗ്ദാനത്തിന്റെ മഴവില്ല് പോലെ അമ്മ നമ്മുടെ മുൻപിലുണ്ട്. ഇനി ഒരു സങ്കടക്കടലിലും നമ്മൾ മുങ്ങി മരിക്കില്ല. മിഴികൾ നിറയുമ്പോൾ അമ്മ മഴവില്ലായി തെളിയും, മൊഴികൾ ഇടറുമ്പോൾ എന്നുടെ സ്വരമായി തീർന്നിടും. മിഴികൾ നിറയുമ്പോൾ അമ്മ മഴവില്ലായി തെളിയും, മൊഴികൾ ഇടറുമ്പോൾ എന്നുടെ സ്വരമായി തീർന്നിടും. ദുഃഖമകന്നിടുവാനമ്മേ പ്രാർത്ഥിച്ചിടണമേ, പാപമകന്നിടുവാനമ്മേ യാചിച്ചിടണമേ. ദുഃഖമകന്നിടുവാനമ്മേ പ്രാർത്ഥിച്ചിടണമേ, പാപമകന്നിടുവാനമ്മേ യാചിച്ചിടണമേ. അമ്മേ, എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ, അമ്മേ എൻ്റെ അമ്മേ, എൻ്റെ സ്വന്തം അമ്മ നീ. പ്രിയമുള്ളവരെ, പുതിയ വാഗ്ദാന പേടകമായ പരിശുദ്ധ അമ്മ വാഗ്ദത്ത ദേശത്തേക്കുള്ള യാത്രയിൽ വിശ്രമം ആരാഞ്ഞുകൊണ്ട് നമ്മുടെ മുൻപേ പോകുന്നു. ജെറീക്കോ മതിൽ തകർക്കാൻ വേണ്ടി പ്രദക്ഷിണമായി മാറുന്നു. വാഗ്ദത്ത ഭൂമിയിലേക്കുള്ള യാത്രയിൽ ജോർദാൻ നദി കടക്കാൻ വാഗ്ദാന പേടകം സഹായമായി മാറുന്നു. പാപാവസ്ഥയിൽ നിന്ന് പിന്തിരിക്കാൻ വാഗ്ദത്ത പേടകം സഹായിക്കുന്നുണ്ട്. 2 സാമുവേൽ 11:11 നമ്മൾ കാണുന്നുണ്ട്. യുദ്ധത്തിൽ ഏർപ്പെടുന്നവർ ഇടവേളകളിൽ ഭാര്യയെ പ്രാപിക്കരുത് എന്ന് ഒരു നിയമം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ദാവീദ് കൗശലപൂർവ്വം ഉറിയായോട് ഭാര്യയുടെ അടുത്തേക്ക് പോകണമെന്ന് പറഞ്ഞപ്പോൾ ഉറിയാൻ പറഞ്ഞു, ഇല്ല, പേടകം യുദ്ധഭൂമിയിലുള്ളപ്പോൾ, എൻ്റെ കൂട്ടുകാരെല്ലാം അവിടെ ഉള്ളപ്പോൾ
ഞാൻ എൻ്റെ ഭാര്യയോടൊപ്പം പോയി കിടക്കില്ല, ഞാൻ ചില കാര്യങ്ങൾ മറക്കില്ല. പ്രിയമുള്ളവരെ, ഇതാണ് ചില ഉടമ്പടികൾ ലംഘിക്കാതിരിക്കാൻ, ചില ഉടമ്പടികൾ, കൽപ്പനകൾ ലംഘിക്കാതിരിക്കാൻ, പാപാവസ്ഥയിൽ നിന്ന് പിന്തിരിയാൻ പരിശുദ്ധ അമ്മ പുതിയ വാഗ്ദാന പേടകമായി നമ്മൾക്ക് കൂട്ടിനിരിക്കും, നമ്മുടെ കൂടെ നടക്കും, നമ്മുടെ കയ്യിൽ പിടിക്കും എന്നുള്ളത് ഉറപ്പാണ്. അപ്പൊ പരിശുദ്ധ അമ്മ പുതിയ വാഗ്ദാന പേടകത്തിൽ ഉണ്ടായിരുന്ന പുതിയ മന്ന പോലെ, അതിൽ മന്ന ഉണ്ടായിരുന്നു, അതിൽ കൽഫലകങ്ങൾ ഉണ്ടായിരുന്നു, കൽപ്പനകൾ ഉണ്ടായിരുന്നു, അഹറോന്റെ തളിർത്ത വടി ഉണ്ടായിരുന്നു. അമ്മയുള്ളിടത്ത് വിശുദ്ധ കുർബാനയോടുള്ള സ്നേഹമുണ്ടാകും. അമ്മയുള്ളിടത്ത് പൗരോഹിത്യത്തോടുള്ള സ്നേഹവും പൗരോഹിത്യത്തിന്റെ അനുഗ്രഹവും ലഭിക്കും. അമ്മയുള്ളിടത്ത് ദൈവകൽപ്പനകൾ പാലിക്കപ്പെടും എന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ ശക്തമായ മാധ്യസ്ഥം നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായിട്ടും അനുഗ്രഹിക്കും. അമ്മയുടെ സാന്നിധ്യം ഈ ഭൂമിയിലെ സ്നേഹ കൂടാരമാണ്, വാഗ്ദാന കൂടാരമാണ്. പിതാവായ ദൈവത്തിന്റെ മകളെ ദൈവം കണ്ടെത്തുന്ന കൂടാരം, സ്വന്തം അമ്മയെ പുത്രനായി ഈശോ കണ്ടെത്തുന്ന കൂടാരം, തൻ്റെ മണവാട്ടിയെ പരിശുദ്ധാത്മാവ് കണ്ടെത്തുന്ന കൂടാരം, വിശ്രമാരാഞ്ഞുകൊണ്ട് വാഗ്ദത്ത ഭൂമിയിലേക്ക് നടക്കുന്ന കൂടാരം, പാപാവസ്ഥയിൽ നിന്ന് പിന്തിരിപ്പിക്കുന്ന കൂടാരം, ജോർദാൻ നദി കടക്കാൻ സഹായിക്കുന്ന ആ കൂടാരം, ജെറിക്കോ മതിൽ തകർക്കുന്ന കൂടാരം, ഈ കൂടാരം നമ്മുടെ കൂടെയുണ്ടെങ്കിൽ, ഈ വാഗ്ദാന പേടകം നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ, ഈ സ്നേഹക്കൂടാരം നമ്മളുമായി കൂട്ടാണെങ്കിൽ സ്വർഗത്തിന്റെ മുഴുവൻ അനുഗ്രഹങ്ങളും നമുക്ക് ലഭിക്കും. ഈ ഭൂമിയിലെ ഒന്നിനെ പറ്റിയും കൂടുതലായി ആകുലപ്പെടേണ്ടി വരാത്ത വിധം പരിശുദ്ധ അമ്മ നമ്മളെ പല കാര്യങ്ങളും പഠിപ്പിക്കും. യോഹന്നാന്റെ സുവിശേഷത്തിന്റെ തിളക്കവും യോഹന്നാന്റെ സുവിശേഷത്തിന്റെ ആഴവും സ്നേഹത്തിന്റെ ആഴവും അമ്മയുടെ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച്, അമ്മ എന്ന സിലബസ് പഠിച്ചു കിട്ടിയതാണ്. നമ്മുടെ വാക്കുകൾക്കും നമ്മുടെ പ്രവൃത്തികൾക്കും നമ്മുടെ ചിന്തകൾക്കും ജ്ഞാനം വേണം. ഈ കാലഘട്ടത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മളെ ഒരുപാട് സംശയത്തിലേക്ക് വലിച്ചിഴയ്ക്കുമ്പോൾ അമ്മ നമ്മളെ പഠിപ്പിക്കട്ടെ, അമ്മ പഠിപ്പിക്കട്ടെ. അമ്മയുടെ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച ഒരുപാട് പേര് നമുക്ക് ആവശ്യമാണ്. സഭ എന്ന് പറയുന്ന നമ്മളെല്ലാവരുമാണ്. സഭയെ മുന്നോട്ട് നയിക്കാൻ പരിശുദ്ധ അമ്മയുടെ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച സഭാ ശുശ്രൂഷകരുണ്ടാകട്ടെ, വൈദികരുണ്ടാകട്ടെ, സന്യസ്തരുണ്ടാകട്ടെ, വലിയ ആത്മീയ ആചാര്യന്മാരുണ്ടാകട്ടെ. അമ്മയുടെ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച മാതാപിതാക്കൾ, കുഞ്ഞുമക്കൾ, യുവതിവാക്കൾ ഉണ്ടാകട്ടെ. സ്വർഗത്തിന്റെ രഹസ്യങ്ങൾ അറിയാവുന്ന ജ്ഞാനമുള്ള വ്യക്തികൾ ഉണ്ടാകട്ടെ എന്ന് നമുക്ക് ശക്തമായിട്ട് പ്രാർത്ഥിക്കാം. നമ്മൾ അല്പസമയത്തിനുള്ളിൽ ദിവ്യകാരുണ്യ ആരാധനയിലേക്ക് പ്രവേശിക്കുകയാണ്. നമുക്ക് ശക്തമായിട്ട് ഒന്ന് സ്തുതിച്ച് ആരാധിക്കാം. ഹല്ലേലൂയ. ഹൃദയം തുറന്ന് എല്ലാവരും സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന. മഹത്വം കർത്താവെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഈശോയെ നന്ദി, ആരാധന, മഹത്വം, 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 മഹത്വം. ഈശോയെ ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങിൽ ഞാൻ ശരണപ്പെടുന്നു. Jesus, I trust in you. Jesus, I trust in you. Jesus, I trust in you. I trust in you. Jesus, I trust in you. Jesus, I trust in you. Jesus, I trust in you. I trust in you. ദൈവകരുണതൻ അഗ്നി ലോകത്തിൽ കത്തിപ്പടരാനൊന്നിക്കാം. ദൈവകരുണതൻ അഗ്നി ലോകത്തിൽ കത്തിപ്പടരാനൊന്നിക്കാം. ഫ്രാൻസിസ് പാപ്പതൻ വാക്കുകളെ നെഞ്ചിലേറ്റി കരുണയെ പ്രഘോഷിക്കാൻ. ഫ്രാൻസിസ് പാപ്പതൻ വാക്കുകളെ നെഞ്ചിലേറ്റി കരുണയെ പ്രഘോഷിക്കാൻ. ഒന്നായി ചേരാം ഒരുമയോടെ ആത്മാവിനൈക്യത്തിൽ
ഒന്നായി ചേരാം ഒരുമയോടെ ആത്മാവിനൈക്യത്തിൽ. ഡിവിന മിസിറിക്കോർഡിയ ഇന്റർനാഷണൽ മിനിസ്ട്രിയിൽ, ഡിവിന മിസിറിക്കോർഡിയ ഇന്റർനാഷണൽ മിനിസ്ട്രിയിൽ, ഈശോയെ അങ്ങിൽ ഞാൻ ശരണപ്പെടുന്നു. ഈശോയെ അങ്ങിൽ ഞാൻ ശരണപ്പെടുന്നു. Jesus, I trust in you. Jesus, I trust in you. Jesus, I trust in you. I trust in you. Jesus, I trust in you. Jesus, I trust in you. Jesus, I trust in you. I trust in you. Jesus, I trust in you. Jesus, I trust in you. Jesus, I trust in you. I trust in you. Jesus, I trust in you. Jesus, I trust in you. Jesus, I trust in you. I trust in you. Jesus, I trust in you. Jesus, I trust in you. Jesus, I trust in you. I trust in you.